നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഞ്ജലി അഞ്ജലി ഒത്തിരി ഫാൻസ് ഉള്ള ഇതാണ് പാട്ടാണ്. അതെ അതെ, ആ ഒരു ഫീല് അതായത് നമുക്കതൊന്ന് നോക്കിയാലോ. യെസ്, ഹാപ്പി. ഞാൻ ചോദിക്കട്ടെ, ഇത് ആദ്യമായിട്ട് വേദിയിൽ അവതരിപ്പിച്ച പാട്ട് ഇത് തന്നെയാണോ? ആദ്യമായിട്ട് സാക്സോഫോൺ അവതരിപ്പിച്ച വേറെ ക്ലാസിക്കലാണ് തുടങ്ങിയത്. പിന്നെ സോങ്, ഫിലിം സോങ്ങുകളിലേക്ക് മാറി. ഓക്കെ, ഇപ്പം കൂടുതൽ വേദികൾ കിട്ടാറുണ്ടല്ലോ, അപ്പോൾ ഒക്കെ കൂടുതലും ആവശ്യപ്പെടുന്ന ഏത് പാട്ട്, ഏത് ടൈപ്പ് ഓഫ് പാട്ടുകളാണ്? ഫ്യൂഷൻ ആണോ അതോ ഇത്തരം മെലഡികളാണോ? മെലഡികളും ഫ്യൂഷനും എല്ലാം ആവശ്യപ്പെടാറുണ്ട്. കൂടുതലും മെലഡി അങ്ങനെ ഉള്ള പാട്ടുകളൊക്കെ. ശരിക്കും ഏറ്റവും വായിക്കാൻ ഇഷ്ടപ്പെട്ട തരമുള്ള ഒരു ജോണറുള്ള പാട്ടുകൾ ഏതാ? ഹിന്ദി സോങ്സ്, ഹിന്ദി സോങ്സ് ഒക്കെ ആൾക്കാർ ആഘോഷിക്കാറുണ്ട്. നമുക്കൊരു ഹിന്ദി സോങ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ആഹാ, ഇത് ആ ഒരു ഗാനമേള ആ ഒരു വൈബിൽ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്ത് അടിപൊളിയായിരിക്കില്ലേ? ഒരു സൈഡിൽ ഡ്രംസ്, ഒരു സൈഡിൽ കീബോർഡ്, ഒരു ഗിറ്റാറൊക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ? അതെ, രാവിലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ സ്കൂളിൽ അധ്യാപകൻ കൂടിയാണല്ലോ, അപ്പോൾ കൂടുതൽ കുട്ടികൾ എത്തുന്നുണ്ട് ഈ സാക്സോഫോൺ പഠിക്കണം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റില്? പഠിക്കുന്നവരുണ്ട്. ഫ്ലൂട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാക്സോഫോൺ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക. അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് അത് പറ്റുന്നില്ല. പക്ഷേ ഫ്ലൂട്ടൊക്കെ, ബാമ്പു ഫ്ലൂട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റും. കൂടുതൽ ഇൻട്രസ്റ്റോടെ കുട്ടികൾ വരുന്നുണ്ട്. ശരിക്കും മ്യൂസിക് ഇൻസ്ട്രുമെന്റിന്റെ സാധ്യത നമുക്ക് ഇന്നും പലരും മനസ്സിലാക്കിയിട്ടില്ല. ഒത്തിരി സാധ്യതയുള്ളതാണ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പോൾ പെർക്കഷൻ ആണെങ്കിലും, ഫ്ലൂട്ട്, വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും, സ്ട്രിംഗ് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും ഒത്തിരി സാധ്യത. സ്ട്രെയിൻ ആണെന്നുള്ള ഒരു കൺസെപ്റ്റും കൂടെ കാണും കുട്ടികൾക്ക്. തീർച്ചയായിട്ടും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ മതി. യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ